ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര യൂറോപ്യൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. വ്യാപാരം, നിക്ഷേപം, സുരക്ഷ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ സന്ദർശനം അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനായുള്ള DNA താരതമ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷം. ആക്രമണത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തമില്ലെന്ന് US പ്രസിഡന്റ്. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് ചാർധാം തീർത്ഥാടകർ ഉൾപ്പെടെ 7 പേർ മരിച്ചു. സൌത്ത് ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ആന്റ് ഫിസിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ യാജിക് ഖില്ലാങ്ങിന് സ്വർണ്ണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി യാത്ര തിരിച്ചു. പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ അദ്ദേഹം ഇന്ന് സൈപ്രസ് സന്ദർശിക്കും. പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡ്സിന്റെ ക്ഷണപ്രകാരം സൈപ്രസ് സന്ദർശിക്കുന്ന ശ്രീ നരേന്ദ്രമോദി പ്രസിഡന്റുമായും ബിസിനസ് നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി കാനഡയിലേക്ക് പോകും. ഉച്ചകോടിയിൽ പ്രധാന ആഗോള വിഷയങ്ങളിൽ ശ്രീ മോദി കാഴ്ചപ്പാടുകൾ കൈമാറുകയും നിരവധി ഉഭയകക്ഷി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യും. G7ൽ ശ്രീ മോദിയുടെ തുടർച്ചയായ 6ാമത്തെ പങ്കാളിത്തമാണിത്. പര്യടനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 18-ന് പ്രധാനമന്ത്രി ക്രൊയേഷ്യയിലെത്തും. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രഥമ ക്രൊയേഷ്യ സന്ദർശനം ഇന്ത്യ ക്രൊയേഷ്യ ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം മെച്ചപ്പെടുത്താനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിയൊരുക്കുമെന്ന് സൈപ്രസിലെ ഇന്ത്യൻ സ്ഥാനപതി ശ്രീ മനീഷ് പറഞ്ഞു. The visit of Prime Minister Narendra Modi ji to this country, it will add new dimension and new strengths, not only in trade, technology, tourism changes, but in other areas of contemporary political relations or defense or security, education, innovation. The two leaders, when they sit and talk, they will definitely come out with a roadmap to further intensify and strengthen our relations. സൈപ്രസ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്തും മെഡിറ്ററേനിയൻ മേഖലയിലും യൂറോപ്യൻ യൂണിയനിലും സുപ്രധാന പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മുന്നോടിയായുള്ള പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വ്യാപാരം, നിക്ഷേപം, സുരക്ഷ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ ചരിത്രപരമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനൊപ്പം ജനങ്ങൾ തമ്മിലുള്ള വിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദർശനം അവസരമൊരുക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ പങ്കാളിത്ത രാജ്യങ്ങൾ നൽകുന്ന ഉറച്ച പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതിനും ആഗോള ധാരണ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരം കൂടിയാണ് ത്രിരാഷ്ട്ര പര്യടനമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് യാത്രികരും പൈലറ്റുമടക്കം 7 പേർ മരിച്ചു. ഇന്ന് രാവിലെ ഗൌരിയകുണ്ടിലാണ് അപകടം നടന്നത്. കേദാർനാഥിൽ നിന്ന് ചാർധാം തീർത്ഥാടകരുമായി ഗുപ്തകാശിയിലേക്ക് പോവുകയായിരുന്നു ഹെലികോപ്റ്റർ. സാങ്കേതിക തകരാറ് മൂലം ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം നഷ്ടമായെന്നും പൈലറ്റ് ക്രാഷ് ലാൻഡിംഗ് നടത്താൻ ശ്രമിച്ചുവെന്നുമാണ് പ്രാഥമിക റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനത്തിനായി കേന്ദ്ര, സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിനശിച്ചുവെന്ന് SDRF വ്യക്തമാക്കി. സംഭവം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കും. അപകടത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനായുള്ള DNA താരതമ്യം ചെയ്യൽ പ്രക്രിയ ഗുജറാത്തിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി 9 മണിവരെ 19 DNA സാമ്പിളുകൾ തിരിച്ചറിഞ്ഞതായി ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രി ഹർഷത് സാംഗ്വി പറഞ്ഞു. കൂടുതൽ DNA സാമ്പിളുകൾ തിരിച്ചറിയുന്നതിനായി ഫോറൻസിക് സംഘങ്ങൾ രാത്രി മുഴുവൻ പ്രവർത്തിച്ചു വരികയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സൌകര്യമൊരുക്കുന്നതിനായി സൌജന്യ ആംബുലൻസ് സേവനം ഉൾപ്പെടെയുള്ള വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ 4 ദിവസത്തെ ഫ്രാൻസ് സന്ദർശനം പൂർത്തിയായി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഫ്രാൻസ് നൽകിയ ശക്തമായ പിന്തുണയെ അദ്ദേഹം അഭിനന്ദിച്ചു. സന്ദർശന വേളയിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായും പ്രധാനമന്ത്രി ജീൻ നോയൽ ബാരറ്റുമായും ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്തോ പസഫിക് ഉൾപ്പെടെ നിരവധി പ്രാദേശിക, ആഗോള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു.
ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൌത്യം ആക്സിയം 4 ഈ മാസം 19-ന് നടക്കും. ദൌത്യം വൈകുന്നതിന് കാരണമായ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചതിനെ തുടർന്നാണ് പ്രഖ്യാപനം. വിജയകരമായി പൂർത്തീകരിച്ചാൽ 1984-ൽ ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാകും ശുഭാൻഷു ശുക്ല. 14 ദിവസം നീളുന്നതാണ് ദൌത്യം. നാസ, സ്പേസ് എക്സ്, ISRO എന്നിവയുടെ സംയുക്ത ദൌത്യമാണ് ആക്സിയം 4. ഉത്തർപ്രദേശ് പോലീസ് സേനയിൽ പുതുതായി ജോലി ലഭിച്ച 60,244 കോൺസ്റ്റബിൾമാർക്കുള്ള നിയമന ഉത്തരവുകൾ ലക്നൌവിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വിതരണം ചെയ്യും. നിയമനം ലഭിക്കുന്നവരിൽ 12,048 പേർ വനിതകളാണ്. ഏതെങ്കിലും സുരക്ഷാ സേനയിൽ ഇത്രയും വനിതകൾക്ക് നിയമനം ലഭിക്കുന്നത് ഇതാദ്യമായാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചടങ്ങിൽ സംബന്ധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ വളർച്ച കൈവരിക്കുന്നതിൽ കാറ്റാടി ഊർജ്ജത്തിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ആഗോള കാറ്റാടി ദിനം ആചരിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ഇന്ന് ബംഗളൂരുവിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി, ശ്രീപദ് യശോ നായിക് തുടങ്ങിയവർ പങ്കെടുക്കും. 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ന്യൂഡൽഹിയിൽ ഭൂമിക്കും ഏകാരോഗ്യത്തിനുമായി യോഗ എന്ന വിഷയത്തിൽ ആഗോള ഉച്ചകോടി സംഘടിപ്പിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യോഗ ഒരു ജീവിതശൈലിയായി സ്വീകരിക്കാനുള്ള ആഹ്വാനമാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വ്യക്തമാക്കി. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇസ്രായേൽ സൈന്യം ഇന്നലെ ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്തി. ആക്രമണങ്ങൾ തുടർന്നേക്കുമെന്നും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ഇറാനിലെ സാധാരണ ജനങ്ങൾക്ക് ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തമില്ലെന്ന് US പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അമേരിക്കൻ സായുധ സേനയുടെ മുഴുവൻ ശക്തിയും ഇറാനെതിരെ പ്രയോഗിക്കുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. കേരളത്തിൽ അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് കടൽക്ഷോഭത്തിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 18 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. പരസ്യ പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി M. സുരേഷ് ബാബു. 3 മുന്നണികളും അതീവ ജാഗ്രതയോടുകൂടിയാണ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ തന്ത്രങ്ങൾ മെനയുന്നത്. എന്ത് വില കൊടുത്തും 2016 കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കലാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് ലക്ഷ്യം വെക്കുന്നത്. അതേസമയം വിജയ തുടർച്ചയാണ് LDF സാരഥി M. സ്വരാജിന്റെ ഉന്നം. ഇരു മുന്നണികളെയും ജനം കൈവിട്ടെന്നും NDA കരുത്തു കാട്ടുമെന്നും BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറയുന്നു. നിലമ്പൂരിൽ തന്റെ സ്വാധീനം തെളിയിക്കാൻ മുൻ MLA PV അൻവറും കച്ചമുറുക്കി രംഗത്തുണ്ട്. പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രിയങ്ക ഗാന്ധി MP അടക്കമുള്ളവർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തകർക്ക് ആവേശം പകരുകയാണ്. ഭൂട്ടാനിലെ തിമ്പുവിൽ നടന്ന 15ാമത് സൌത്ത് ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ആന്റ് ഫിസിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ യാജിക് ഹില്ലാങ്ങിന് സ്വർണ്ണ മെഡൽ. 155 സെന്റിമീറ്റർ വനിതാ മോഡൽ ഫിസിക് വിഭാഗത്തിലാണ് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള യാജിക്കിന്റെ സ്വർണ്ണ നേട്ടം. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും. നോർത്ത് മാസിഡോണിയയിൽ നടക്കുന്ന WTT കണ്ടൻഡർ സ്കോപ്ജെ 2025 ടേബിൾ ടെന്നീസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാനവ് തക്കറും മനുഷ് ഷായും പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. സെമി ഫൈനലിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെയാണ് ഇന്ത്യൻ ജോഡി പരാജയപ്പെടുത്തിയത്. കെനിയയിൽ ബസ് അപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചു. മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മൃതദേഹങ്ങൾ നോർക്ക റൂട്ട്സ് ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര യൂറോപ്യൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. വ്യാപാരം, നിക്ഷേപം, സുരക്ഷ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ സന്ദർശനം അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനായുള്ള DNA താരതമ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത.
ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷം. ആക്രമണത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തമില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ട്രംപ്. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ ചാർധാം തീർത്ഥാടകരുൾപ്പെടെ 7 പേർ മരിച്ചു. സൌത്ത് ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ യാജിക് ഹില്ലാങ്ങിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.